ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. അത് ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട്. പോലീസുമായി അടിപിടി ഉണ്ടാകും, ചിലപ്പം പോലീസ് മർദ്ദിക്കും, അതൊക്കെ പത്രങ്ങളിലും വരും. അത് നല്ല കാര്യം. പക്ഷേ പോലീസിൻ്റെ അടിമേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വെറുതെ അവർ വീണു. പക്ഷേ എന്നാലും ഇല്ല. പക്ഷേ അത് എത്ര പേരാ നമ്മുടെ ഈ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. അപ്പോൾ അത് വേണമെന്ന് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കണ്ടാ പറയുന്നത്, സമരം കണ്ടല്ല. സമരത്തിന് ഇതൊക്കെ മതി. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ സി പി എമ്മിൻ്റെ ഗുണ്ടായുസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറേ ചെറുപ്പക്കാർ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കോ, സമരത്തിൽ നിർത്തിയാൽ വാർത്ത വരും, ടി വിയിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണം. പോയി ഓരോ പഞ്ചായത്തിലും അതിന് സമയമുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് ഒരു ദിവസം ചിലവഴിച്ചാൽ മതിയല്ലോ. ഒരു 25 പേരെങ്കിലുള്ള കമ്മിറ്റിയെ, ചെറുപ്പക്കാരുണ്ട്, അവരെ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊണ്ടുവരണം. ആരും അവരെ സമീപിക്കുന്നില്ല. അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതിന് എനിക്കൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഇവിടെ പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും UDF ജയിക്കേണ്ട ബാങ്കുകളിൽ വോട്ടിംഗ് ദിവസം CPMൻ്റെ ഈ ചെറുപ്പക്കാർ അല്ലെ അവർ SFI അല്ലെ DYFക്കാരായാലും അവർ ബൂത്തുകളിൽ ബലമായി, തിരുവല്ല ഈസ്റ്റ് കോപ്പറിനെ ഞാൻ നേരിട്ട് കണ്ടതാണ്, പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു 10 യൂത്ത് കോൺഗ്രസ്സുകാരെയും കാണുന്നില്ല. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും ഇതാ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ. യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം, എങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. കൂട്ടത്തിൽ ഞാൻ ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ, അതെല്ലാവരും കണ്ടതല്ല. അത് ഞാൻ പറഞ്ഞു വിചാരിച്ചെന്താ, SFIയുടെ സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിലെ എന്ന്. അപ്പോഴേ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. അത് പാർട്ടി ഫോറങ്ങൾ അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാൻ പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടല്ലേ എന്ന് പറയുന്നത്. ഇതേ അഭിപ്രായം DCCയിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ സാറ് പറയുകയാണ്, ഒരു മണ്ഡലത്തിൽ 25 പേരെങ്കിലും കൂട്ടിയ ശേഷം ബാക്കി മുന്നോട്ട് പോവുക, അല്ലാതെ TV-യിൽ കാണുന്നതല്ല പ്രധാനം. അങ്ങനെ തന്നെ ആണല്ലേ? അതെ, അതിനെന്താ, അത് ശരിയല്ലേ? അതായത് നമ്മൾ ഇപ്പം TV-യിൽ വരണമെങ്കിൽ നമ്മൾ ജില്ലയിൽ നടത്തുന്ന സമഗ്രങ്ങളൊക്കെ വരുവുള്ളല്ലോ. അപ്പോൾ അതെല്ലാം TV-യിൽ വരും. ഞാൻ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞു. TV-ക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ അവരെ ആര് അഡ്രസ്സ് ചെയ്യും എന്ന് മാത്രമല്ല, ഈ സമരം ചെയ്യുന്ന അത്രയും നമ്പർ ആളുകൾ, എത്ര ബൂത്തുകളുണ്ട് നമ്മുടെ ജില്ലയിൽ? 1000 ബൂത്തുകളുണ്ട്. ഒരു ബൂത്ത് 2 പേര് ചെറുപ്പക്കാരോ പോലും ഇന്നില്ല, ഒരാൾ പോലും ഇല്ല. അപ്പോൾ എനിക്കൊരു സ്വല്ല, അത് പരിഹരിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് എല്ലാ പാർട്ടിയിലെ മറ്റുള്ളവരെല്ലാം പിന്തുണ കൊടുക്കുകയും വേണം. എൻ്റെ പിന്തുണ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായ പിന്തുണ. അങ്ങനെ നാം പ്രത്യേകിച്ച് CPMന് ശക്തമായ കേഡറുകൾ ഉള്ളപ്പോൾ, കോൺഗ്രസ് കേഡർ പാർട്ടിയല്ല, അത് ശരിയാണ്, എങ്കിലും യൂത്ത് കോൺഗ്രസ്സാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സാണ്. ഓരോ പഞ്ചായത്ത് 25 മുതൽ 50 യൂത്ത് കോൺഗ്രസ്സുകാരാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിന്നില്ലാതായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ തന്നെ 3 പേര് യൂത്ത് മത്സരിച്ചു, ജയിച്ചോ? നിയമസഭ ജയിച്ചില്ലല്ലോ. എന്താ കാര്യം? അതായത് ഈ ഇലക്ഷനിൽ അവരിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരെ ബാക്കപ്പ് ചെയ്യാൻ ചെറുപ്പക്കാർ വേണം. പ്രായമായവർക്കുടെ പ്രവർത്തനങ്ങൾ പരിമിതിയുണ്ട്.